ഹായ്. അപ്പം നമ്മൾ ഇന്നും ഒരു യാത്രയിലാണ് കേട്ടോ. യാത്രയെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പം എൻ്റെ വീടെന്ന് പറഞ്ഞാൽ കരവാളൂരാണ്, പ്രോപ്പർ കരവാളൂരാണ്, പുനലൂർ കരവാളൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊരു ഡ്രസ്സ് ആയിക്കോട്ടെ എന്ന് വെച്ച് നമ്മൾ ട്രെയിനിൽ പോകാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ കരവാളൂരിൽ പോകുമ്പോൾ പുനലൂർ സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ പുനലൂർ മധുരയാണ് ട്രെയിൻ. അപ്പോൾ ട്രെയിൻ ഏതാണ്ട് കൊല്ലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇനി കുറച്ച് സ്റ്റേഷനുകൾ കൂടെ ഉണ്ട്. അത് കഴിയുമ്പോഴാണ് പുനലൂരെത്തുന്നത്. അപ്പം നമുക്ക് ഇത് എൻ്റെ സ്വന്തം വീടാണോ എന്ന് ചോദിച്ചാൽ ആണ്. അതായത് ഞാൻ ജനിച്ചു വളർന്ന വീടാണ്. ഇപ്പം ഞങ്ങൾ നിലവിൽ താമസിക്കുന്നത് അവിടെയല്ല, ട്രിവാൻഡ്രത്താണ്. പക്ഷേ ഞങ്ങൾക്ക് അവിടെ ഒരു കുടുംബ വീടുണ്ടായിരുന്നു. അപ്പോൾ അത് പഴയ മോഡൽ വീടായിരുന്നു. അപ്പോൾ അതിനെ പുതിയതായ രീതിയിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു റിനോവേഷൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ഹോം ടൂർ. അപ്പം നമുക്ക് വീടിനകത്തേക്ക് കയറാം. ഇതാണ് വീടിൻ്റെ പരിസരങ്ങളൊക്കെ നേരത്തെ ക്ലിപ്സിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് നമുക്ക് വീട്ടിനകത്തേക്ക് കയറാം. വീട്ടിനകത്തേക്ക് കയറുമ്പം ഇതാണ് ഫ്രണ്ട് സിറ്റ് ഔട്ട് പോലെ കേട്ടോ. നേരത്തെ ചാരുപടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് മാറ്റി ഗ്രിൽ മോഡൽ, അതായത് ക്ലോസ്ഡ് സിറ്റ് ഔട്ടാക്കി. ഇത് കയറുമ്പം ഉള്ള ഹാളാണ് കേട്ടോ. ഹാളും ഡൈനിങ് ഏരിയയും സെപ്പറേറ്റ് ആണ്. പിന്നെ കുറച്ച് പണികളും കൂടെ തീരാനുണ്ട്. ടി വി യൂണിറ്റ് ചെയ്തിട്ടില്ല, ടി വി യൂണിറ്റ് ഇനിയും ചെയ്യാനുണ്ട്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് കേട്ടോ. ഇതിലും ബാത്ത് അറ്റാച്ച്ഡ് ആണ്, ചെറിയ ഒരു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ റൂമിനോട് ചേർന്നിരിക്കുന്ന ബാത്റൂം. മൊത്തത്തിൽ 4 ബെഡ്റൂമാണ് ഉള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് പോവാം. ഇതും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. നേരത്തെ ഞങ്ങൾക്ക് ഒരു കോമൺ ബാത്റൂമും ഒരു റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിരുന്നു. ഇപ്പം 2 ബെഡ്റൂമുകൾ ബാത്ത് അറ്റാച്ച്ഡ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇതും ഒരു ബെഡ്റൂമാണ്, അതും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. പിന്നെ ആ റൂമിൽ തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ പോലെ ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ബെഡ്റൂമിലുണ്ട്. ഇത് നോർമലായിട്ടുള്ളൊരു റൂമാണ്. ഇതിൽ ബാത്ത് അറ്റാച്ച്ഡ് അല്ല. കട്ടിലൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നതേ ഉള്ളൂ, അതൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. അതൊന്നും ആൾക്കാർ ഇതുവരെ വന്നിട്ടില്ല. വാങ്ങിച്ച് വെച്ചേക്കുന്നുള്ള അതാണ് ബോക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നത്. ഇനി നമ്മൾ അവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ളൊരു സ്ഥലം. ഇതൊരു കോമൺ ബാത്റൂമാണ് കേട്ടോ. നേരത്തെ നമ്മളുണ്ടായിരുന്ന അവിടെ നേരത്തെ നമുക്കുണ്ടായിരുന്നൊരു ബാത്റൂം തന്നെയായിരുന്നു കേട്ടോ. നല്ല സ്പേസുള്ള ഒരു വലിയ ബാത്റൂമായിരുന്നു. അപ്പോൾ അത് ഒരു ബാത്റൂം, കോമൺ ബാത്റൂമാണ്. പിന്നെ ഈ ബാത്റൂമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു റൂം കൂടിയുണ്ട്, അത് ബാത്ത് അറ്റാച്ച്ഡ് അല്ല. അപ്പം അവിടെ ആ റൂം യൂസ് ചെയ്യുന്നവർക്ക് ഈ ബാത്റൂം ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ രീതിയിലാണ് അത് അറേഞ്ച്മെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് കിച്ചൺ. പഴയ കിച്ചണായിരുന്നു, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ക്ലീൻ ചെയ്യാനും കാറ്റുമൊക്കെ ഉണ്ട് ഇത്തിരി. എന്നാലും പഴയ അടുക്കളയിൽ നിന്ന് ഇച്ചിരി വ്യത്യാസപ്പെടുത്തുന്നുണ്ട്. ഇത് പുറവശത്തെ സ്ഥലമാണ് കേട്ടോ. ബാക്ക് സൈഡിൽ അങ്ങോട്ട് നമുക്ക് സ്ഥലമുണ്ട്, ബാക്ക് സൈഡിൽ കുറച്ച് അങ്ങോട്ടുണ്ട്. ഇതൊക്കെയാണ് ഏരിയകൾ. ഇത് കാർ ഷെഡ്, പഴയ കാർ ഷെഡ് തന്നെയായിരുന്നു, അതിന് മാറ്റം വരുത്തില്ല. ഇതാണ് അപ്പുറമുള്ള സ്ഥലം എന്ന് പറയുന്നത്, വീടിന് ചുറ്റുവട്ടം എന്ന് പറയുന്നത്. ഫ്രണ്ടിലൂടെ സിറ്റ് ഔട്ട്, അതായത് ഫ്രണ്ടിലൂടെ കോൺക്രീറ്റ് ചെയ്ത റോഡ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഓവറോൾ വ്യൂ. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യണേ. പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.